നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലിയോ 14 മാർപ്പാപ്പ 2026 ആദ്യത്തെ വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി മൊണോക്കോയിൽ എത്തിച്ചേർന്നു. ചരിത്രപരമായ ഈ സന്ദർശനം 1538 ശേഷം ഒരു മാർപ്പാപ്പ മെഡിറ്ററേനിയൻ രാജ്യത്ത് നടത്തുന്ന ആദ്യത്തെ സന്ദർശനമാണ്. ഹെലികോപ്റ്ററിലെത്തിയ മാർപ്പാപ്പയെ മൊണോക്കോയിലെ ഭരണാധികാരിയായ ആൽബർട്ട് രണ്ടാമൻ രാജകുമാരനും ചാർലിൻ രാജകുമാരിയും ചേർന്ന് ഊഷ്മളമായി സ്വീകരിച്ചു. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന വചനത്തിലൂന്നിയായിരുന്നു മാർപ്പാപ്പയുടെ സന്ദർശനം. സഭ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്ന ഒന്നാണെന്നും സ്നേഹവും കാരുണ്യവും പ്രസരിപ്പിക്കുന്ന ഒരു പാലമായി സഭ പ്രവർത്തിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ലോകത്തെ ഭിന്നിപ്പിക്കുന്ന ശക്തികളെ അതിജീവിക്കുവാൻ സത്യത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കണമെന്നും മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തി. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് വെറുമൊരു രാഷ്ട്രീയ നിലപാടല്ല, മറിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ലിയോ 14 മാർപ്പാപ്പ വത്തിക്കാനിൽ ലീഡർഷിപ്പ് കോൺഫറൻസ് ഓഫ് വുമൺ റിലീജിയസ് ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ സന്യാസിനികൾ നടത്തുന്ന സേവനങ്ങളെ മാർപ്പാപ്പ അഭിനന്ദിച്ചു. പ്രത്യേകിച്ച് അതിർത്തികളിൽ ദുരിതമനുഭവിക്കുന്ന കുടിയേറ്റക്കാർക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സഭയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ സ്ത്രീകളുടെയും സന്യാസിനികളുടെയും പങ്കാളിത്തം ഇനിയും വർദ്ധിക്കണമെന്ന സൂചനയും തന്റെ പ്രസംഗത്തിലൂടെ മാർപ്പാപ്പ നൽകി. ചിലിയിൽ ഗർഭചിത്രത്തിനെതിരായും ജീവന്റെ സംരക്ഷണത്തിനായും പ്രവർത്തിക്കുന്ന ഗ്വാഡലൂപ്പ കമ്മീഷൻ പൊതുജനങ്ങൾക്കും പ്രവർത്തകർക്കുമായി വിപുലമായ വിവരങ്ങൾ അടങ്ങിയ പുതിയ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്തു. ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പ്രതിസന്ധിയിലായ ഗർഭിണികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഈ സംരംഭം. ജീവന്റെ മൂല്യത്തെക്കുറിച്ചും ഗർഭചിത്രത്തിന്റെ ആഘാതത്തെക്കുറിച്ചും ശാസ്ത്രീയവും ധാർമ്മികവുമായ പഠന സാമഗ്രികൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സഹായം ആവശ്യമുള്ള അമ്മമാർക്ക് പ്രാദേശികമായി ലഭിക്കുന്ന മെഡിക്കൽ, സൈക്കോളജിക്കൽ, ആത്മീയ പിന്തുണ കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ ഇതിലൂടെ കണ്ടെത്താം. 40ാം വെള്ളി ആചരണത്തോടനുബന്ധിച്ച് വെള്ളിക്കുളം, അടിവാരം എന്നീ ഇടവകകൾ സംയുക്തമായി വാഗമൺ കുരിശുമലയിലേക്ക് നടത്തിയ തീർത്ഥാടനം ഭക്തിസാന്ദ്രമായി. കിഴക്കൻ മലയോര മേഖലയിലെ പ്രശസ്ത കുരിശുമല തീർത്ഥാടന കേന്ദ്രമാണ് വാഗമൺ കുരിശുമല. ദിനംപ്രതി 100 കണക്കിന് തീർത്ഥാടകർ കുരിശുമലയിൽ വന്നു പോകുന്നു. 122ാം വാഗമൺ കുരിശുമല തീർത്ഥാടനമായിരുന്നു ഇത്. കല്ലില കവലയിൽ നിന്നും ആരംഭിച്ച ആഘോഷമായ കുരിശന്റെ വഴി പ്രാർത്ഥനയ്ക്ക് വെള്ളികുളം പള്ളി വികാരി ഫാദർ സ്കറിയ വേഗത്താനം നേതൃത്വം നൽകി. 40ാം വെള്ളി ആചരണ സന്ദേശം അദ്ദേഹം പങ്കുവച്ചു. അടിവാരം പള്ളി വികാരി ഫാദർ ജോസഫ് തെരുവിൽ മലമുകളിലെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. കുരിശുമല തീർത്ഥാടനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നേർച്ചകഞ്ഞി വിതരണം ചെയ്തു. 100 കണക്കിന് വിശ്വാസികൾ തീർത്ഥാടനത്തിൽ പങ്കുചേർന്നു. വത്തിക്കാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ വത്തിക്കാൻ ന്യൂസിൽ ഇനി മുതൽ ഇന്തോനേഷ്യൻ ഭാഷയും. വത്തിക്കാൻ ന്യൂസ് സംപ്രേഷണം ചെയ്യുന്ന 57ാമത്തെ ഭാഷയായാണ് ഇന്തോനേഷ്യൻ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. മാർപ്പാപ്പയുടെ സന്ദേശങ്ങളും വത്തിക്കാനിൽ നിന്നുള്ള വാർത്തകളും സ്വന്തം മാതൃഭാഷയിൽ അറിയുവാൻ ദശലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ഈ നീക്കം സഹായകരമാകും. ഇന്തോനേഷ്യയിലെയും അയൽ രാജ്യമായ മലേഷ്യയിലെയും കത്തോലിക്ക വിശ്വാസികൾക്ക് ആഗോള സഭയുടെ പ്രവർത്തനങ്ങളും മാർപ്പാപ്പയുടെ പ്രബോധനങ്ങളും നേരിട്ട് ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.